2023 ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും കാണാവുന്ന 5 മലയാള സിനിമകളെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. 2023 ഏറ്റവും ഹിറ്റ് സിനിമകളായിട്ടുള്ള ഗരുഡൻ, 2018 കണ്ണൂർ സ്ക്വാഡ് തുടങ്ങിയ പടങ്ങളൊന്നും ഈ ഒരു ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതൊക്കെ മിക്കവാറും നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന 5 പടങ്ങളിൽ ഏതെങ്കിലും ഒരു പടം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊന്ന് കണ്ടു നോക്കാം. എല്ലാ സിനിമകളും OTTയിൽ ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സിനിമയിലേക്ക് കിടക്കാം. ആദ്യത്തെ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് റിവ്യൂ കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ അശ്വന്ത് ഗോക്കെല്ലാം നല്ല മോശം പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ച് അവർ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള വെടിക്കെട്ട്. ഇതിൽ വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ഇതിൻ്റെ നെഗറ്റീവ് റോൾ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിഷ്ണു ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ബിബിൻ്റെ ആ ഒരു റോള് സാധാ ബിബിൻ ജോർജ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളുമായിട്ട് ബന്ധമുള്ള തന്നെയാണ്. ഇവർക്ക് പുറമെ ഈ ഒരു സിനിമയിൽ വന്നിട്ടുള്ള എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു. ഇവരെല്ലാവരും അവരുടെ റോള് നന്നായി തന്നെ ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു നാട്ടിൻപുറത്തുള്ള ആ ഒരു ശൈലി, സംസാരം എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ ഈ സിനിമയിൽ ഇടയ്ക്ക് വന്നു പോകുന്ന പാട്ടുകളുണ്ട്, 2-3 പാട്ടുകളുണ്ട്. എല്ലാം നാടൻപാട്ട് ശൈലികളുള്ള പാട്ടുകളാണ്. എല്ലാം നന്നായിട്ട് തന്നെ തോന്നി. ആ ഒരു സിനിമയായിട്ട് നല്ല രീതിയിൽ തന്നെ സിങ്ക് ചെയ്യുന്ന പാട്ടുകളായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ഇതിൽ കോമഡിക്ക് വേണ്ടി കൊണ്ടുവന്ന കുറച്ച് സീനുകളും കാര്യങ്ങളെല്ലാം ഒഴിവാക്കാമെന്ന് തോന്നി. പിന്നെ സിനിമയുടെ ലെങ്ത്തും കുറച്ച് കൂടുതലാണ്. അത് കുറച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എത്തുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. ഈ ഒരു സിനിമ ഇപ്പോൾ C5 സ്ട്രീം ചെയ്യുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. രണ്ടാമത്തെ സിനിമ അത്യാവശ്യം നല്ല പ്രേക്ഷകരുടെ നല്ല പോസിറ്റീവ് റിവ്യൂസ് വന്നിട്ട് തിയേറ്ററിൽ വലിയ ഹിറ്റൊന്നും ആവാതെ പോയ വാലാട്ടിയാണ്. പട്ടികളാണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ വരുന്നത്. അവരുടെ പ്രണയം, അതുപോലെ അവരുടെ ഒളിച്ചോട്ടം, ഇതെല്ലാമാണ് സിനിമയിൽ വരുന്നത്. ഇതിൻ്റെ ഡബ്ബ് ചെയ്തിട്ടുള്ളത്, പട്ടികളുടെ എല്ലാം ഡബ്ബ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റോഷൻ, ഇന്ദ്രൻസ് എന്നിവരൊക്കെയാണ്. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഡബ്ബിങ് വന്നിട്ടുണ്ട്. പട്ടികളുടെ എക്സ്പ്രഷൻ കാര്യങ്ങളെല്ലാം വളരെ നന്നായി തന്നെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇതിൽ വിജയ് ബാബു അതുപോലെ രോഹിണി എല്ലാം മറ്റു പ്രധാന വേഷങ്ങളിൽ വരുന്നുണ്ട്. നിങ്ങളൊരു പെറ്റ് ലവർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പടം കാണുക. അല്ലെങ്കിലും നിങ്ങൾ പെറ്റ് ലവർ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പടം കാണാം, നിങ്ങൾക്ക് ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുട്ടികളെല്ലാം ആയിട്ടാണ് ഈ ഒരു സിനിമ കാണുന്നതെങ്കിൽ അവർക്ക് എന്തായാലും ഈ ഒരു പടം ഇഷ്ടമാവും. ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോഴെല്ലാം അവരുടെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്സും, രോഹിണിയായിട്ടുള്ള എല്ലാ ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ സ്ട്രീം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പടം കണ്ടു നോക്കുക. മൂന്നാമത്തെ സിനിമ ഇലവീഴ പൂഞ്ചിറയാണ്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണിത്. 2022 ഈ സിനിമ റിലീസായിട്ടുള്ളത്. പക്ഷേ 2023 OTTയിൽ വന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു പടം കണ്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സൗബിനും സുധി കോപ്പിയാണ് ഇതിലെ പ്രധാന വേഷങ്ങളിൽ വന്നിട്ടുള്ളത്. ഒരു സ്ത്രീയുടെ ബോഡി പാർട്ടുകൾ പല സ്ഥലങ്ങളിലായിട്ട് കിട്ടുകയും അതിനുശേഷം അതിനു വേണ്ടി നടക്കുന്ന അന്വേഷണങ്ങളുമാണ് സിനിമയിൽ പറയുന്നത്. സിനിമയുടെ തുടക്കമെല്ലാം വളരെ സ്ലോ ആയിട്ടാണ് സിനിമ വരുന്നത്. ഒരു മലയുടെ മുകളിൽ വർക്ക് ചെയ്യുന്ന 2 പോലീസുകാർ, അവരുടെ അവിടുത്തെ ലൈഫ് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് തുടക്കം തന്നെ സിനിമ പറയുന്നത്. പക്ഷേ ക്ലൈമാക്സ് എല്ലാം എത്തുമ്പോഴേക്കും ഈ ഒരു സിനിമ തീർച്ചയായിട്ടും നിങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എന്തായാലും ഈ ഒരു പടം കാണാൻ, കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പടം കാണണം. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു പടം സ്ട്രീം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പടം കാണുക. കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. നാലാമത്തെ സിനിമ 2023 ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് വിൻസി അലോഷ്യസിന് നേടിക്കൊടുത്തിട്ടുള്ള രേഖയാണ്. വിൻസിയും അതുപോലെ തന്നെ ഉണ്ണിലാലുമാണ് ഇതിലെ പ്രധാനപ്പെട്ട വേഷങ്ങളെ അവതരിപ്പിക്കുന്നത്. ഒരു നാട്ടിൻപുറം, അവിടെ പ്രേമിക്കുന്ന 2 പേര്, അവരുടെ സംസാരങ്ങൾ, അവരുടെ ഫോണിലൂടെയുള്ള ചാറ്റിങ് തുടങ്ങിയ കാര്യങ്ങളുമാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് വിൻസിക്ക് ഒരു അവാർഡ് കിട്ടിയത് എന്ന് ഈ ഒരു സിനിമ കണ്ടവർക്ക് പിന്നെ ഒരു സംശയം തോന്നില്ല. കാരണം തുടക്കത്തിൽ വിൻസിയുടെ ആ ഒരു പെർഫോമൻസ്, ഒരു നോർമൽ പ്രേമിക്കുന്ന ഒരാളുടെ ഒരു പെർഫോമൻസും, അതിനുശേഷം ഒരു ദിവസം ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുകയും അത് വിൻസിയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ആ ഒരു ട്രാൻസിഷൻ, പിന്നെ അതിൻ്റെ റിവെഞ്ച് ചെയ്യാനുള്ള വിൻസിയുടെ യാത്ര, ഇതെല്ലാമാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. ക്ലൈമാക്സിലെല്ലാം എത്തുമ്പോഴേക്കുള്ള വിൻസിയുടെ അത്യുഗ്രൻ പെർഫോമൻസ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഒന്ന് കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ സ്ട്രീം ചെയ്യുന്നുണ്ട്. എന്തായാലും ഒന്ന് കണ്ട അഭിപ്രായം പറയാം. അഞ്ചാമത്തെ സിനിമ ഒരു ഫീൽ ഗുഡ് മൂവി ഇനത്തിൽ പെടുത്താവുന്ന ഡിയർ വാപ്പി എന്നൊരു മൂവിയാണ്. ലാൽ, നിരഞ്ജൻ അതുപോലെ അനഘ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിൽ വന്നിട്ടുള്ളത്. കുറേ കാലത്തെ ഒരു പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒരു അച്ഛൻ തൻ്റെ സ്വപ്നമായിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒരു ബിസിനസ് നടത്തേണ്ടി വരുന്ന മകളുടെ ലൈഫ്, ഇതെല്ലാമാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. മകളുടെ റോള് ചെയ്തിരിക്കുന്നത് അനഘയാണ്. അനഘയെല്ലാം തൻ്റെ റോള് വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം, അതുപോലെ അമ്മയായിട്ടുള്ള ബന്ധം, ഇങ്ങനെ എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്.
നമ്മൾ ഇതിനു മുമ്പും ഇങ്ങനെയുള്ള സിനിമകളിലെല്ലാം കാണുന്ന ഒരു തീമും കാര്യങ്ങളും എല്ലാമാണ് സിനിമയിൽ വരുന്നത്. ക്ലൈമാക്സ് ആകുമ്പോൾ നമുക്കറിയാം ഇവരെങ്ങനെയും വിജയിക്കും എന്നുള്ളതെല്ലാം. പക്ഷെ അതെല്ലാം ഈ ഒരു സിനിമയിൽ ഒരു ബോറടി ഇല്ലാതെ കണ്ടു തന്നെ വീണ്ടും കാണുന്ന പോലെയുള്ള ഒരു ഫീലൊന്നും കൊണ്ടുവരാതെ അത്യാവശ്യം നല്ല പുതുമയോടെ തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള ഫീൽ ഗുഡ് മൂവീസ് എല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു സിനിമ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളെ ബോറടിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. മനോരമ മാക്സിലാണ് ഈ ഒരു പടം സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ടും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു 5 സിനിമകളും മലയാളത്തിലെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമകളൊന്നുമല്ല. അധികം പ്രേക്ഷകർ ശ്രദ്ധിക്കപ്പെടാതെ പോയ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സിനിമകൾ മാത്രമാണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിന് പുറമെ കുറച്ച് സിനിമകൾ കൂടിയുണ്ട്. പ്രണയവിലാസം, ഫീനിക്സ്, ഫാലിമി, മോമോ ഇൻ ദുബായ് തുടങ്ങിയ കുറച്ച് സിനിമകൾ കൂടിയുണ്ട് ഇതേപോലെ വലിയ ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകൾ. അപ്പോൾ ഈ സിനിമകളെല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. സമയമുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. എല്ലാം OTTയിൽ സ്ട്രീം ചെയ്യുന്നത് തന്നെയാണ്. കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഞാനിതിൽ ഏതെങ്കിലും സിനിമകൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിനിമകളും ഏതാണെന്ന് അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.